ഖത്തറിലെ ദോഹയിൽ നിരവധി സ്ഫോടനങ്ങൾ. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഫോടന ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ. ആക്രമണം ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. രഞ്ജിത്തുണ്ട് വിശദാംശങ്ങളുമായി. ദോഹയിൽ സ്ഫോടനമുണ്ടായെന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. നിരവധി സ്ഫോടനങ്ങൾ തുടർച്ചയായി ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്ഫോടന ശബ്ദം കേട്ടതായും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ആക്രമണം ഇസ്രയേൽ സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നു. ദോഹയിൽ ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് ലഭിക്കുന്ന വിവരം. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം ഇസ്രയേൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദോഹയിൽ നിന്നും രഞ്ജിത്ത് ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ രഞ്ജിത്ത്, എന്താണ് വിവരങ്ങൾ? ദോഹയിൽ നിരവധി സ്ഥലങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ദോഹയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം ഇസ്രായേലും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോയിട്ടേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിന്റെ ഒഫീഷ്യൽ ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ദോഹയിലെ, അതായത് ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇത്തരത്തിൽ ആക്രമണം നടത്തി എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അതായത് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിന്റെയും കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന നാശനഷ്ടങ്ങളോ അത്തരത്തിലുള്ള വിവരങ്ങളും ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത്, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഖത്തറിനോട് ഈ അവിടെയുള്ള ഹമാസ് നേതാക്കളെ അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ പലതവണ ഇസ്രായേൽ ഉന്നയിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പല ഘട്ടത്തിലും നടന്നു വരികയും ചെയ്തിരുന്നതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഈ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാകുന്നത് നിരവധി പലതവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന്റെ തോത് എത്രത്തോളമാണ്, ഈ ദോഹയിൽ എവിടെയൊക്കെയാണ് ആക്രമണം നടന്നത് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണവും വിശദാംശങ്ങളുമൊക്കെ ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ലഭിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ രഞ്ജിത്ത്, തുടരുക. ഇപ്പോൾ ശ്യാമ സദാനന്ദൻ കൂടി ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ശ്യാമ, നിരവധി സ്ഫോടനങ്ങൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ കൃത്യമായി എവിടെയൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും ലഭ്യമായിട്ടില്ല, അല്ലേ? ആര്യ, കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക മേധാവി ഇയാൽ സാമിർ ഹമാസിന്റെ വിദേശ രാജ്യങ്ങളിലുള്ള നേതാക്കളെല്ലാം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദോഹയിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ട്രംപിന്റെ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ ഹമാസിന്റെ നേതാക്കൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹമാസിന്റെ മുതിർന്ന നേതാക്കളാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വിവരങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇസ്രായേൽ സൈന്യം ഈ ആക്രമണം നടന്നതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ എയർഫോഴ്സാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അസാസിനേഷൻ അറ്റംപ്റ്റ് ആണ്, അതായത് വധശ്രമം തന്നെയാണ് നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. ഖത്തറിൽ വെച്ചിട്ടാണ് ഗാസ വെടിനിർത്തൽ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഖത്തറാണ് ഇതിന്റെ മധ്യസ്ഥത നടത്തുന്നത്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഗാസയിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത്. ഈ ചർച്ചകൾക്കായി എത്തിയിട്ടുള്ള ഹമാസിന്റെ മുതിർന്ന നേതാക്കൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആയുധധാരികളായിട്ടുള്ള ഹമാസ് സൈനികർക്കോ പോരാളികൾക്കോ എതിരെയല്ല, ഹമാസിന്റെ ആയുധധാരികളല്ലാത്ത നേതാക്കൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന്
ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയൊക്കെ ശ്യാമ, പെട്ടെന്നൊരു പ്രകോപനത്തിന് പിന്നിൽ എന്താണ്? ഈ ആക്രമണം ഹമാസ് നേതാക്കളെ മാത്രം ലക്ഷ്യമിട്ട് എന്ന് പറയുമ്പോഴും വിവിധ ഇടങ്ങളിലായി ആക്രമണം നടത്തുന്നുണ്ട്. പെട്ടെന്നൊരു പ്രകോപനം ഉണ്ടായാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം? ആര്യ, ഇത് പെട്ടെന്നൊരു പ്രകോപനമല്ല. ഇസ്രായേൽ നേരത്തെ തന്നെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേലിന്റെ ആർമി ചീഫ് എൽ സാമിർ എല്ലാ ഹമാസ് നേതാക്കളെയും പുറം രാജ്യങ്ങളിൽ താമസിക്കുന്ന എല്ലാ ഹമാസ് നേതാക്കളെയും കൊല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് ശേഷം ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ ഗാസ